ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുർത്തി ഒക്കെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു സൂത്രം കൂടെ നിങ്ങളെ ചെയ്ത് കൊടുത്ത് ഞാൻ മിനിമം ഒരു 1000 രൂപ കിട്ടും കേട്ടോ. ഇത് ഇപ്പോൾ തയ്ച്ച് കൊടുത്ത് ബൊട്ടിക്കൊക്കെ ഇപ്പോൾ ഓൺലൈൻ ബൊട്ടിക്കൊക്കെ നടത്തുന്നവർക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്താണെന്നുള്ളത്. ഇതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുർത്തി സെറ്റൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി വെയർ കുർത്തിയൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ സ്കാലോപ്പ് ചെയ്യുന്ന ഒരു സൈഡ് ഷോള് സ്കാലോപ്പ് ചെയ്യാൻ തന്നെ 200 രൂപ 250 രൂപയാണ് കുറഞ്ഞത് കേട്ടോ. കുറഞ്ഞാണേ. അപ്പോൾ 4 സൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പാർട്ടി വെയർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെ സാരിക്കൊക്കെ ചെയ്യാൻ നല്ല റേറ്റാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. വിചിത്ര സിൽക്കിൻ്റെ ഷോളാണ് എടുത്തിരിക്കുന്നത്, 2.25 മീറ്റർ ഷോള്. അതിലേക്ക് നമുക്കിത് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളത് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മളത് ഇങ്ങനെ വെച്ചിട്ട് ഒരു ചോക്കോ പെൻസിലോ പേന വെച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. കുട്ടികളുടെ കളർ പെൻസിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്കിതിങ്ങനെ ആ ഒരു എഡ്ജിൽ നിന്നും തലപ്പിൽ നിന്നും 1 ഇഞ്ച് താഴെയാണ് ന്യൂസ് പേപ്പർ വെക്കേണ്ടത് കേട്ടോ. അല്ലാതെ കറക്റ്റ് ഷോളിൻ്റെ തുമ്പിൽ വെക്കരുത്. 4 സൈഡും നമുക്ക് സ്കാലോപ്പ് വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ചെയ്ത് എങ്ങനെയാണോ ആ രീതിക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ. 4 സൈഡും ചെയ്യണമെങ്കിൽ 4 സൈഡും ചെയ്യാം. അധികം സമയമൊന്നും എടുക്കണില്ല അത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇതേ ഇങ്ങനെ വരച്ച് വെച്ച് കൊടുക്കണതാണ്. ആ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ വരയ്ക്കാം കേട്ടോ. കണ്ടോ, ആ ഷോളിൻ്റെ തുമ്പിൽ നിന്നും 1 ഇഞ്ച് താഴോട്ട് ഇറക്കിയിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. ക്യാൻവാസിൽ ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, നമുക്ക് ഇത്ര ഇതായിരിക്കില്ല. അപ്പം ഞാൻ അത് ഫുള്ളാക്കി എടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതേ ഞാനത് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇത് അറേഞ്ച് ചെയ്യണം പറഞ്ഞുതരാം. ലെങ്ത്ത് വന്നിട്ട് 0 നും 1 അതായത് 1 അടുത്താക്കി ഇടുക. ഓക്കെ, പിന്നെ സിഗ്സാഗ് സ്റ്റിച്ച് ഇടുക. പിന്നെ നമ്മുടെ ടെൻഷനില്ല, ജനോമീന്ന് എഴുതി അവിടെ ഒരു തിരിക്കുന്നില്ല, അത് 0 ഇടുക കേട്ടോ. എല്ലാ ടേബിൾ ടോപ്പ് മെഷീനിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത്രയും സംഭവങ്ങൾ മാത്രം ചെയ്താൽ മതി. പിന്നെ ഞാനിതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂല് വെച്ച് ചെയ്തെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ സിൽക്ക് ത്രെഡാണ് മേലെ ഇടുന്നത്. ഓക്കെ, ഗോൾഡൻ ത്രെഡ് വേണമെങ്കിൽ ഗോൾഡൻ ത്രെഡ് ഇടാം. അടിയിൽ സാധാരണ ത്രെഡ് ഇടുന്നുണ്ട്, മേളിൽ സിൽക്ക് ത്രെഡ്. അപ്പം ഞാൻ ഈ തുണി വെച്ചിരിക്കുന്നത്, ഇപ്പം നമ്മൾ മേലെയാണല്ലോ സിൽക്ക് ത്രെഡ് വെച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ തുണി നമ്മളെ ഫേസ് ആക്കത്തക്ക രീതിയിൽ മേലെ വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. വളരെ സ്ലോ ആയിട്ട് ചെയ്യാം. പിന്നെ ഇത് വിചിത്ര സിൽക്ക് ആയതുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണ്, നമുക്ക് സിമ്പിളല്ല, കുറച്ച് ഇതാണ്, സ്ലോലി ചെയ്യാൻ പറ്റുള്ളൂ. കോട്ടനൊക്കെ ആണെങ്കിൽ നമുക്ക് അടിപൊളി നല്ല പെർഫെക്ഷനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വേറൊരു തുണിയിൽ പരീക്ഷിച്ച് മാത്രം ചെയ്യുക. 1-2 പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ തുണിയൊക്കെ നോക്കി അതിനനുസരിച്ച് ഒന്ന് ചെറുതായി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് 1-2 സിഗ്സാഗ് സ്കാലോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഡയറക്റ്റ് തുണിയിലേക്ക് ചെയ്യുക. ഇപ്പം എന്താ വളരെ സ്ലോലി നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. തുണി ഭയങ്കര സ്പീഡിൽ വലിച്ച് ചെയ്യരുത്. ആ ഷേപ്പിനനുസരിച്ച് മെല്ലെ നമ്മൾ ചെയ്തു വരിക. ഓക്കെ, അപ്പോൾ സാരി സ്കാലോപ്പ് ചെയ്താലും നല്ല കാശാണ്, 4000 ഒക്കെ കൊടുക്കേണ്ടി വരും. ഷോൾ സ്കാലോപ്പ് ചെയ്യാനും നല്ല കാശാണ്, പാർട്ടി വെയർ ഷോൾ സ്കാലോപ്പ് ചെയ്യാൻ. ഇപ്പോൾ ആര്യ വർക്ക് വെച്ചും സ്കാലോപ്പ് ചെയ്യാറുണ്ട്, അത് കുറച്ച് ടൈമാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കുർത്തിയൊക്കെ തയ്ക്കാൻ ഓർഡർ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കുർത്തി ഇടുന്ന സമയത്ത് ഇതുപോലൊരു സ്കാലോപ്പ് ഷോളൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ ആളുകൾ ചോദിക്കും ഞങ്ങൾക്ക് ചെയ്തു തരുമോ ഒന്നുമായിട്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഓർഡർ തരുമ്പോൾ ഒരു സ്കാലോപ്പ് ഷോളും കൂടി ചെയ്തു തരട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി റേറ്റ് നമുക്ക് കൂട്ടി ചോദിക്കാം. അപ്പോൾ ഇതുപോലെ ആ ഷേപ്പിനനുസരിച്ച് വളരെ സ്ലോവിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആര്യ വർക്കിൽ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും, പക്ഷേ ഇതാകുമ്പോൾ ഒട്ടും സമയം എടുക്കില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഒരു സൈഡ് ഫുൾ വരച്ചിട്ടുണ്ട്, അതേ ഫുള്ളായിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. അതിന് ഇത് കണ്ടല്ലോ, അതെ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു പലകയോ എന്തെങ്കിലും അല്ലെങ്കിൽ കാർഡ്ബോർഡ് എന്തെങ്കിലും എടുക്കുക. അതിൻ്റെ മേലെ വെച്ച ശേഷം അതേ സോൾഡറിങ് അയം വെച്ചിട്ട് ഞാനത് ഇതുപോലെ കട്ട് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കത്രിക വെച്ചിട്ട് ഒന്ന് സൈഡാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. നൂല് വിട്ട് പോവില്ല, കാരണം സിഗ്സാഗ് സ്റ്റിച്ചാണ്, അപ്പോൾ നൂല് വിട്ട് പോവില്ല കേട്ടോ. ഇത് കണ്ടത് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി പിന്നെ നൂല് വീണ്ടും നിൽക്കുന്നുണ്ടെങ്കിൽ ചെറുതായ മെഴുകുതിരി അല്ലെങ്കിൽ അഗർബത്തി വെച്ച് സൈഡൊന്നും ആക്കിയാൽ മതി. അപ്പോൾ സ്കാലോപ്പ് ചെയ്ത ഷോള് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടുമില്ല, പണിയുമില്ല, എന്നാലാണെങ്കിൽ നമുക്ക് കാശ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ചുരിദാർ എടുക്കുന്ന സമയത്ത് ഇതുപോലൊരു സൂത്രം കൂടി ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും ഹാൻഡ് വർക്ക് കുർത്തീസാണ് ഇടുന്നത്. നോർമൽ കുർത്തീസൊക്കെ വളരെ റെയറാണ് അല്ലേ. അപ്പോൾ ഇതും കൂടി അങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.